ഒരു 1 ഡേ ചെട്ടിനാട് ഐറ്റിനറി ആയാലോ. രാവിലത്തെ സൈക്കിൾ റൈഡിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കണ്ടു ഗാർഡനിലേക്കാണ്. ഒരു 6 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അക്കമാർ കോലിടുന്ന കാഴ്ചയും കണ്ട് ശ്രീ രംഗവിലാസ് മെസ് എന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ ചായ ഇല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായയും പരിപ്പോടിയും കഴിച്ച് ഫ്രഷായി ഞങ്ങൾ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ള ചെട്ടിനാട് മാൻഷൻസ് കാണാൻ ഇറങ്ങി. 9-9:30 ആകുമ്പം എല്ലാം ഓപ്പൺ ആവും. 50 രൂപ ഇവിടെ ടിക്കറ്റ് റേറ്റുമുള്ളൂ. ഇതെല്ലാം ഒരേ സ്ട്രീറ്റിൽ തന്നെ ആയത് കാരണം നമുക്ക് നടന്നു തന്നെ കണ്ടു തീർക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നെല്ലി ഹാൻഡ്ലൂംസിൽ പോയി അവർ തന്നെ നെയ്യുന്ന സാരിയാണ് അവിടെ. അവർ നെയ്യുന്നതും കണ്ട് അവിടെ നിന്ന് ഈ 800 രൂപ വിലയുള്ള ഈ സാരിയും എടുത്താണ് ഇറങ്ങിയത്. അടുത്ത പ്ലാൻ ഒരു ട്രഡീഷണൽ ചെട്ടിനാട് മീൽസ് ആയിരുന്നു. ലോട്ടസ് ഹോട്ടൽ പോലെ ഒരുപാട് നല്ല ഓപ്ഷൻസ് കണ്ടു ഗാർഡനിലുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷെ ഞങ്ങൾ പോയത് കാരേക്കുടിയുള്ള ദ ഫേമസ് ശ്രീപ്രിയ മെസ്സിലായിരുന്നു. ഇവിടുത്തെ നോൺ വെജ് മീൽസ് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, മസ്റ്റ് ഐറ്റമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാരേക്കുടി തന്നെയുള്ള ഒരു ആൻറ്റിക് മാർക്കറ്റ് പോയി. റോഡ് സൈഡിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഈ ഷോപ്പാണ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ആത്തൻകുടിയിലേക്കാണ്. ആത്തൻകുടി പാലസും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആത്തൻകുടി ടൈൽ ഫാക്ടറി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ഒരു വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ പോയി. പിന്നെ ഒരു റോസ് മിൽക്ക് കുടിച്ച് റെസ്റ്റ് എടുത്ത് സൺസെറ്റ് വാക്കിന് വീണ്ടും കണ്ട് ഗാർഡനിലേക്ക് ഇറങ്ങി. ഈ കാണുന്നതാണ് കണ്ടുകൊണ്ടേൻ ഷൂട്ട് ചെയ്ത പാലസ്. എൻട്രി ഇല്ല, പുറത്തുനിന്ന് കാണാം. അവിടെയെല്ലാം നടന്ന് അവിടെ അടുത്തുള്ളൊരു തട്ടുകടയിൽ നിന്ന് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും കഴിച്ചാണ് എൻഡ് ചെയ്തത്.